അപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ചെറിയൊരു ഹോൾ വീഡിയോ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ഉണ്ട്, 1, 2, 3 കവറുകൾ ഉണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ടിഫിൻ ബോക്സിന്റെ കോമ്പൗണ്ട് വാങ്ങിയിട്ടുള്ളത്. ഒരു ടിഫിൻ ബോക്സ് ഉണ്ട്, അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഈ ടിഫിൻ ബോക്സിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബോക്സും കൂടി വരുന്നുണ്ട്. സ്നാക്സ് ബോക്സ് അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 പേർക്കും ക്ലാസ്മേറ്റ്സിന്റെ ഷൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ കൊഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ഈ ഷൂ വാങ്ങിയിട്ടുണ്ട്. ഇതാകുമ്പോൾ സുഖമാണ്, കെട്ടലൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഷൂ ആണ് സുഖം. അപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെ ഡിപ്പിക്കാലോ. മറ്റേത് രാവിലെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഷൂ വാങ്ങിയിട്ടുണ്ട്. 2 വാങ്ങിയിട്ടോ. ഇനി വാങ്ങിയത് ബാഗാണ്. ബാഗൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. 1000 സംതിങ് ഉണ്ട് കേട്ടോ അതിന്. രണ്ട് ബാഗും മീൻസ് 2 കമ്പാർട്ട്മെന്റും അതുപോലെ മുന്നിൽ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു എന്താ പറയുക ബാഗാണ്. അവൻ 3ാം ക്ലാസ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ബാഗ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നോട്ട്ബുക്സ് ഉണ്ട്. ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്സ് ആണ് വാങ്ങിയത്. ഇത് അവർ സ്കൂളിൽ നിന്ന് തരും കേട്ടോ. എങ്ങനത്തേന് വാങ്ങേണ്ടത്, എത്ര നോട്ട്ബുക്ക് വേണം, എണ്ണം ഒക്കെ തരും അവർ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ ആൾക്ക് ഇങ്ങനെ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിലും സെയിം ഒരു സ്പൂണും അതുപോലെ ഒരു പാത്രവും വരുന്നുണ്ട്. ചെറിയ ആൾക്ക് അത്രയ്ക്കല്ലേ വേണ്ടുള്ളൂ, LKG-ക്കാണ്. അപ്പോൾ അത്രേ വേണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു. ഇനി വീണ്ടും ഒരു ബാഗാണ് കണ്ടേ. ഇത് LKG-ക്ക് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇത് ഭയങ്കര ചെറുതായി പോയ സംശയം. അപ്പോൾ ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പുസ്തകം പൊതിയുന്ന സംഭവം. പിന്നെ 2 കിറ്റ് വാങ്ങിയിട്ടുണ്ട്. എപ്പോഴും കിറ്റ് ഇങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയുള്ള കിറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കേട് വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിച്ചത് ഇതുപോലെ ഭംഗി നോക്കിയിട്ട് കാര്യമില്ല, കുറച്ച് ഉറപ്പുള്ളത് വാങ്ങിയാലേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഞാൻ കുറച്ച് ഉറപ്പ് നോക്കിയിട്ടാണ് വാങ്ങാറുള്ളത്. അപ്പോൾ 2 കിറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ലഞ്ച് ബോക്സ് ഒക്കെ ഇട്ടേക്കാം. പിന്നെ ഇങ്ങനത്തെ പശ, സ്കെയില്, അതുപോലെ കട്ടർ, റബ്ബർ, അങ്ങനെ സാധനങ്ങൾ. പിന്നെ പെൻസിലിന്റെ ബോക്സ് കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക കുറച്ച് നല്ല ഡാർക്ക് കളറുള്ള ഇതാണ് വാങ്ങിയിട്ടോ. കാരണം LKG ഒക്കെ ആകുമ്പോൾ ഇവർക്ക് 3ാം ക്ലാസ് വരെ പെൻസിൽ തന്നെയാണ്. അപ്പോൾ ആ എഴുതുമ്പോൾ കുട്ടികൾ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എഴുതാതിരിക്കാൻ കുറച്ച് ഡാർക്ക് കളർ വരുന്ന തരത്തിലുള്ള പെൻസിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പെൻസിലുണ്ട്. കുട്ടികളുടെ ഏകദേശം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനി എനിക്ക് ഒരു ബാഗ് വാങ്ങിട്ടോ. ഞാൻ കുറേ ആയിട്ട് ഒരു ബാക്ക് പാക്ക് വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു ബാക്ക് പാക്ക്. ഒരു ലെതർ ടച്ച് വരുന്ന ഒരു ബാക്ക് പാക്കാണ്. 800 സംതിങ് ആ റേറ്റിലുണ്ടായിരുന്നത്. ഇതിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ എൻ്റെ ലാപ്ടോപ്പ് ഇതിലും വലുതാട്ടോ. പിന്നെ ഇങ്ങനത്തെ 2 കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക സ്കൂൾ ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ വാങ്ങിയിട്ടുള്ളത്. പിന്നെ യൂണിഫോം വാങ്ങിയില്ലേ, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അത്രയ്ക്കാണ് ഈ വർഷത്തെ സ്കൂൾ ഷോപ്പിംഗ്. ബൈ.